ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് നമ്മുടെ ടൊയോട്ട ഇന്നോവയുടെ സ്റ്റാർട്ടർ മോട്ടറാണ്. നോർമലി ഈ സാധാരണ വണ്ടിയിലൊന്നും വരുന്ന സ്റ്റാർട്ടർ മോട്ടറല്ല, ഇതൊരു പ്രത്യേക ടൈപ്പ് സ്റ്റാർട്ടർ മോട്ടറാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഈ ഫീൽഡ് ഓയിൽ ആർമിച്ചർ ഒക്കെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ സോളിനോട് സ്വിച്ച് ഇതിനോട് ഇൻടാക്ട് ചെയ്ത് വരുന്നൊരു സാധനമാണ്. അപ്പോൾ പൊതുവേ സ്റ്റാർട്ടർ മോട്ടറിന് ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ ടക്ക് ടക്ക് എന്നുള്ളൊരു സൗണ്ട് കേൾക്കും. ടക്ക് ടക്ക് സൗണ്ട് കേൾക്കുമ്പോൾ എന്നാൽ ചില സമയത്ത് സെൽഫ് അടിച്ച് വണ്ടി സ്റ്റാർട്ടാകുകയും ചെയ്യും. കൂടുതൽ സമയം ടക്ക് ടക്ക് എന്ന് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സോളിനോട് സ്വിച്ചിൻ്റെ കുഴപ്പമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതല്ലാതെ മറ്റൊരു പ്രശ്നം കൂടെ വരാൻ സാധ്യതയുണ്ട്. ഈ ബ്രഷ് വിയർ ആൻഡ് ടിയർ, അതായത് തേഞ്ഞു പോകുന്നുണ്ട്. ശരിക്കും ഈ ആർമിച്ചറയിൽ കണക്ഷൻ കിട്ടാതെ വരിക എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കിയതാണ്, ഇളക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ ഒന്ന് ഇളക്കി നോക്കാം ഇതിൻ്റെ എക്സാക്റ്റ് ഫോൾട്ട് എന്താണെന്നുള്ളത്. ആക്ച്വലി സോളിനോട് സ്വിച്ച് എന്ന് പറയുന്ന സാധനം ഇതാണ്, പക്ഷേ സാധാരണ വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമായി വേറെ ഷേപ്പിലാണ് ഇത് കാണുന്നത്. പിന്നുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോളിനോട് സ്വിച്ച് നമുക്ക് വേണമെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സോളിനോട് സ്വിച്ച്. മറ്റുള്ള സോളിനോട് സ്വിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നാൽ പക്ഷേ അതിനൊക്കെ സ്പെഷ്യൽ ടൂളുകളൊക്കെ വേണം. സാധാരണഗതിയിൽ ആരും റിപ്പയർ ചെയ്യാറില്ല, റീപ്ലേസ് ചെയ്യാറേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളകി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഈ കപ്പ് ഇങ്ങനെ ഊരിയെടുക്കാം. ഇങ്ങനെ ഊരിയെടുക്കാം. ഉണ്ടോ? ഇങ്ങനെ ഊരി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു പ്ലഞ്ചറുണ്ട്. ഇതേമാതിരി ഇങ്ങനൊരു പ്ലഞ്ചറുണ്ട്. ഇതിനകത്തൊരു സ്പ്രിങ് ഉണ്ട്. ഇതിനകത്തൊരു കോണ്ടാക്റ്റ് ഉണ്ട്. നോക്കിയാൽ ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓരോ പ്രാവശ്യം സെൽഫ് അടിക്കുമ്പോൾ then ഈ പ്ലഞ്ചർ അകത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അകത്തോട്ട് ഇങ്ങനെ പോയിട്ട് ഇതൊരു കോപ്പർ പീസാണ്. ഇതൊരു കോപ്പർ പീസാണ്. ആ കോപ്പർ പീസ് ചെന്ന് മുട്ടുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് പാസ് ചെയ്യും, അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടർ വർക്ക് ചെയ്യുന്നത്. സോ ഇത് തേഞ്ഞ് പോകും. കണ്ടോ, ഇത് നല്ലൊരു സ്റ്റെപ്പ് വീണിട്ടുണ്ട്, രണ്ട് സൈഡ് സ്റ്റെപ്പ് വീണിട്ടുണ്ട്. അപ്പോൾ അത് ചില സമയത്ത് ഇതിങ്ങനെ അടിച്ചാലും നമ്മൾ സ്റ്റാർട്ടർ അടിക്കുമ്പോൾ സെൽഫ് അടിക്കുമ്പോൾ ഇതിങ്ങനെ താഴോട്ട് പോകുന്നുണ്ട്. പോയാലും കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാകാതെ വരുമ്പോഴാണ് സെൽഫ് സ്റ്റാർട്ടാകാതെ വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ കോണ്ടാക്റ്റ് മാറ്റിയാൽ ഈ പ്രശ്നം സോൾവ് ആകും. അതിന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടിങ്ങനെ നമുക്ക് കോണ്ടാക്റ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇതിങ്ങനെ രണ്ട് കോണ്ടാക്റ്റ്, അപ്പുറം ഇപ്പുറം രണ്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അത് വാങ്ങിച്ച് ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആകും.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോൺടാക്റ്റ് എല്ലാം മാറ്റി. ഇതാണ് ഇതിൻ്റെ വർക്കിങ്. അപ്പോൾ നമ്മൾ ഇത് വർക്ക് ചെയ്യുന്ന എന്നിട്ടാണ് നോക്കുകയാണ്. ആദ്യം ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഉണ്ടോ? ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ ഈ ഭാഗത്തോട്ട് കറണ്ട് വരുമ്പോൾ ഇത് താഴോട്ട് പോകും. സോ അങ്ങനെ പോകുമ്പോഴാണ് ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ടറിൻ്റെ കറണ്ട് ഈ സൈഡിലേക്ക് വരുന്നത്. അതായത് മെയിൻ വയർ ബാക്കിൽ നിന്നുള്ള വയർ ഇവിടെ വന്ന് നിൽക്കും. സെൽഫ് അടിക്കുമ്പോഴത്തേക്ക് ഈ കോയിൽ മാഗ്നറ്റായിട്ട് ഈ പ്ലഞ്ചർ താഴോട്ട് പോയിട്ട് ഇവിടെ കണക്ഷൻ ഇങ്ങോട്ട് പാസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇത് നമുക്ക് ഇതാകും നല്ലോണം സൈഡ്. ഓക്കെ വേണ്ട, ഇപ്പൊ കറണ്ട് ഇല്ല. അപ്പൊ ഇത് സെൽഫ് അടിക്കുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കറണ്ട് പാസ് ചെയ്യും. ഒന്നര ശരിക്കും നമുക്ക് എടുത്ത് എന്താ ഇപ്പൊ ഇല്ല. സോ ഇത് താഴോട്ട് പോകുമ്പോൾ ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗത്തോട്ട് കറണ്ട് വരും. ഇതാണ് ഇതിന്റെ പ്രവർത്തനം. ഈ ബ്രഷ് ആണെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്ത് വെച്ചാണ് ശരിക്കും പറയാം ഇലക്ട്രിക് വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു പഞ്ചിങ് മാതിരിയുള്ള ഒരു സിസ്റ്റത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കറണ്ട് വെച്ച് ഇങ്ങനെ സ്പോട്ട് വെൽഡിംഗ് എന്ന് പറയും, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ അതിനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ സോൾഡറിങ്ങാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യണം, നമുക്കിതൊന്നിങ്ങനെ വളച്ച് വെക്കും. എന്നിട്ട് ഇവിടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളർ ഞാൻ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വരാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, രണ്ട് സൈഡ് ഗ്രൈൻഡ് ചെയ്ത് ലെവലായിട്ടുള്ളതാണ്. ഇതിൻ്റെ മേളിൽ വെച്ച് വേണം ഇനി സോൾവ് ചെയ്യാം. അതായത് ഇങ്ങനെ വെച്ച് സോൾവ് ചെയ്യാം. ശരിക്കും നമുക്ക് ഇത്ര നീളം വേണ്ട, ഏകദേശം ഇതിൻ്റെ ഇത്ര നീളം എടുക്കണം. നീളത്തിൽ ആ നീളത്തിനനുസരിച്ചുള്ള ഏകദേശം ഇത്ര കിട്ടും. ഇപ്പം ഇത് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയല്ലേ, അപ്പം സോൾവ് ചെയ്യാനുള്ള സ്പേസ് കൂടി ഇട്ടിട്ട് ഇതാണ് ഇതിപ്പോൾ സോൾവ് ചെയ്യാനുള്ള സ്പേസ് കൂടി ഇട്ടിട്ട് കട്ട് ചെയ്യാം. രണ്ടെണ്ണം അതേമാതിരി
നമ്മളിപ്പോൾ പിന്നെ ബ്രഷൊക്കെ സോൾഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതല്ലേ ഇവിടെ സോൾഡർ ചെയ്തു, ഇതെല്ലാം സോൾഡർ ചെയ്തു. ഇതിപ്പോൾ കുത്തിപ്പിടിക്കാണ്.
നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അസംബ്ലിങ് കഴിഞ്ഞ് ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകും. പോസിറ്റീവിടെ കുറച്ച് ബോഡിയിൽ ഇത് ബാറ്ററി പോസിറ്റീവാണ്. ഡെൻസോയുടെ സ്റ്റാർട്ടർ ഇന്നോവയ്ക്ക് വരുന്ന സ്റ്റാർട്ടറാണ്. ഇത് ഇച്ചിരി നല്ല വിലയുള്ള സ്റ്റാർട്ടറാണ്. ഇത് പാർട്സിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നതിന് മുമ്പ് ഇതേമാതിരി സോളിനോയിഡ് സ്വിച്ച് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ബ്രഷൊക്കെ കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഈ ടക്ക് 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 എന്നൊക്കെയുള്ള സൗണ്ട് കേൾക്കുന്നത്. അത് സെൽഫ് അടിക്കുമ്പം ജസ്റ്റ് ഒരു ക്ലിക്ക് 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 എന്നൊരു സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ സ്റ്റാർട്ടറുകളൊക്കെ റിപ്പയർ ചെയ്താൽ ഇത് ഡാമേജ് ആകാതിരിക്കും. വൺസ് ഇത് ആർമിച്ചറൊക്കെ കത്തിപ്പോവെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവാണ് ഈ സ്റ്റാർട്ടർ. സോ എവറി ടൈം എന്തെങ്കിലും സ്റ്റാർട്ടിങ് ട്രബിൾ കാണിക്കുമ്പോൾ തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് റിപ്പയർ ചെയ്താൽ നന്നായിരിക്കും. വലിയ ചിലവില്ലാതെ കാര്യങ്ങൾ. ഓക്കെ, ഇത് ഓട്ടോമാസ്റ്റർ വർക്ക്ഷോപ്പ് മഞ്ഞുമല്ലാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ നമുക്ക് ശരിയാക്കിയെടുക്കും. താങ്ക് യു. നേരത്തെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടക്ക് ടക്ക് എന്നുള്ള സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമായിരുന്നു. ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തേടാ, നിർത്തിയടി. ഓക്കെ, മതി.